ഇന്ന് നമുക്ക് ബ്ലൂബെറി കേക്കിൻ്റെ ഒരു ഫില്ലിങ്സ് കണ്ടാലോ. ഞാൻ ബ്ലൂബെറി കേക്ക് ചെയ്യുന്നത് ക്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കാരണം മുമ്പൊന്നും ഞാൻ ബ്ലൂബെറി കേക്ക് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ക്രഷ് നമ്മുടെ സ്ട്രോബെറി മാംഗോ അതിൻ്റെയൊക്കെ ക്രഷ് ഉപയോഗിച്ച് കേക്ക് ചെയ്ത സമയത്ത് എനിക്ക് അത്ര ഒരു ടേസ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് തോന്നിയില്ല. അപ്പോൾ ബ്ലൂബെറിയുടെ ക്രഷും അങ്ങനെ ആകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് ട്രൈ ചെയ്തിട്ടില്ല. കാരണം നമുക്കിവിടെയൊക്കെ ഫ്രഷ് ബ്ലൂബെറി കിട്ടാൻ പാടാണ്. ഈ ബ്ലൂബെറിയുടെ ക്രഷ് കിട്ടാനും പാടാണ്. ഞാൻ കൊല്ലത്തൊക്കെ പോയിട്ടാണ് മേടിക്കാറ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്ലൂബെറിയുടെ ഓർഡർ വരുന്നത്. അവർക്ക് ബ്ലൂബെറി തന്നെ വേണം. ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രഷ് ബ്ലൂബെറി കിട്ടില്ല, എനിക്ക് ക്രഷ് ഉപയോഗിച്ചു ചെയ്യാൻ വലിയ താല്പര്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്കത് മതി. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് ഫസ്റ്റ് ടൈമായിട്ട് ക്രഷ് ഉപയോഗിച്ചു അത് ട്രൈ ചെയ്തു. ആദ്യം ഞാൻ ചെറിയൊരു കേക്ക് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിച്ചു വീട്ടിൽ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു പുളിയും മധുരവും ആ ഒരു കോംബോയിലുള്ള ഒരു ടേസ്റ്റ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ലൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ക്രഷിനെ കണക്കൊന്നുമല്ല, ബ്ലൂബെറിയുടെ ക്രഷ് അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ധൈര്യമായിട്ട് ആ കേക്ക് ചെയ്തു കൊടുത്തു. ഒരുപാട് നല്ല അഭിപ്രായം എനിക്ക് ആ കേക്കിൽ കിട്ടി കേട്ടോ. പിന്നെ ഞാൻ ബ്ലൂബെറി കേക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം പേഴ്സണലി എൻ്റെ അഭിപ്രായം ചോദിക്കുന്നവരോട് ഞാൻ ബ്ലൂബെറി കേക്ക് പറയാറുണ്ട്. നല്ല ടേസ്റ്റാണ്. കാരണം ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ബേസിലൊക്കെ ബ്ലൂബെറി ക്രഷ് ചേർക്കുമായിരുന്നു. പിന്നെ ഞാൻ ബേസിൽ ചേർക്കില്ല, സാധാ വാനില സ്പോഞ്ചിൽ വെച്ചിട്ട് തന്നെയാണ് ബേസ് ചെയ്യുന്നത്. പിന്നെ ഈ ലെയറിലൊക്കെ ബ്ലൂബെറി ചേർത്ത് നല്ല രീതിയിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യും. അങ്ങനെയാണ് കേക്ക് ചെയ്യുന്നത്. പിന്നെ മുകളിലും ബ്ലൂബെറി തന്നെ ക്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനൊരു കേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറ കേട്ടോ. കാരണം ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഈ കേക്കിൽ തന്നെ പുളിയുടെ ഒരു രസം വരുന്നത് കൊണ്ട് ചിലരത് കഴിക്കാൻ സാധ്യതയില്ല. എന്നാലും അങ്ങനെ പുളിപ്പാണ് എന്ന് വിചാരിച്ചാരും കഴിക്കാതിരിക്കണ്ട. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഇതും എനിക്ക് ഇന്നലെ ഒരു കിട്ടിയ ഓർഡറാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ബ്ലൂബെറി കേക്ക് നല്ലതാണ്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഭിപ്രായം. അങ്ങനെ ഞാൻ പറഞ്ഞ് അവർ എനിക്ക് ഓർഡർ തന്ന കേക്കാണ് കേട്ടോ. സെയിം ഞാൻ വൈറ്റ് ഫോറസ്റ്റ് വെച്ചിട്ട് ലെയറിലെല്ലാം വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ലെയറെല്ലാം ഫില്ലിങ്സ് കൊടുത്തിട്ടാണ് കേക്ക് ചെയ്തേക്കുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.